നമ്മള് മനുഷ്യർ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് പ്രധാനമായും വാക്കുകളിലൂടെയാണെന്നാണ് നമ്മളിൽ പലരുടെയും വിചാരം. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ തെരഞ്ഞെടുത്ത് ഉപയോഗിക്കാറുമുണ്ടല്ലേ? അതെ അതെ, തീർച്ചയായും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ നിമിഷം നിങ്ങളുടെ ഇരിപ്പുവശവും നിങ്ങളുടെ കാൽപാദങ്ങളും എന്താ പറയുക, സംസാരിക്കുമ്പോഴുള്ള ശബ്ദത്തിലെ നേരിയ വ്യതിയാനങ്ങളും ഒക്കെ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കാത്ത പല രഹസ്യങ്ങളും വിളിച്ചു പറയുന്നുണ്ടെങ്കിലോ? ശരിക്കു പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം. അതെ, നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തി പറയുന്ന വാക്കുകൾ വളരെ വിശ്വസനീയമായിരിക്കാം, പക്ഷേ എന്തോ ഒരു പന്തികേട് നിങ്ങളുടെ മനസ്സിൽ തോന്നാറില്ലേ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന രേഖകളും പഠനങ്ങളും വിരൽ ചൂണ്ടുന്നത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. ആ അതായത് മനുഷ്യർക്കിടയിലെ ആശയവിനിമയത്തിന്റെ 60% നടക്കുന്നത് ഈ വാക്കുകളിലൂടെയല്ല എന്നാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന വിവരങ്ങൾ പറയുന്നത്. മറിച്ച് തികച്ചും അദൃശ്യമായ ഒരു നിശബ്ദ ഭാഷയിലൂടെയാണ്. നിശബ്ദ ഭാഷ കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ട്. മനുഷ്യർ ഒരു ഭാഷ കണ്ടുപിടിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തങ്ങളുടെ ചലനങ്ങളും മുഖഭാവങ്ങളും ഉപയോഗിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു. പരിണാമത്തിന്റെ ഭാഗമായി തന്നെ നമ്മുടെ തലച്ചോർ ഇത് വായിച്ചെടുക്കാൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്. നമ്മളത് ബോധപൂർവം അറിയുന്നില്ല എന്ന് മാത്രം, അല്ലേ? കൃത്യമായി പറഞ്ഞു, നമ്മൾ അറിയുന്നില്ല. നോക്കൂ, ഈ നിശബ്ദ ഭാഷയുടെ വ്യാകരണം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിലിരിപ്പ് വായിച്ചെടുക്കാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കും. തീർച്ചയായും സഹായിക്കും. ഒരാള് സത്യമാണോ അതോ നുണയാണോ പറയുന്നത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ഒരു അടിസ്ഥാന പെരുമാറ്റം മനസ്സിലാക്കുക എന്നതാണ്. അതായത് അവർ സാധാരണ അവസ്ഥയിൽ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അതെ, ഇതിനെ മനഃശാസ്ത്രത്തിൽ ബേസ് ലൈൻ എന്നാണ് വിളിക്കുന്നത്. ഒരു വ്യക്തിക്ക് യാതൊരുവിധ മാനസിക സമ്മർദ്ദവും ഇല്ലാത്തപ്പോൾ അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് വിലയിരുത്തുക എന്നതാണ് ആദ്യത്തെ പടി. മനസ്സിലായി. ഈ കണ്ണുകൾ ചിമ്മുന്നതും കൈകൾ വെക്കുന്നതുമൊക്കെ ശ്രദ്ധിക്കുന്നതുപോലെയുള്ള കാര്യങ്ങൾ. അതെ അതെ, അവരെത്ര തവണ കണ്ണുകൾ ചിമ്മുന്നു, അല്ലെങ്കിൽ അവരുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗത എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. ലോകമെമ്പാടുമുള്ള FBI ഏജന്റുമാരുമൊക്കെ കുറ്റവാളികളെ ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ ബേസ് ലൈൻ സ്ഥാപിച്ചെടുക്കുക എന്നതാണ്. അതായത് പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യാതെ കാലാവസ്ഥയെക്കുറിച്ചോ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ചോ ഒക്കെ ചോദിച്ചു തുടങ്ങുന്ന ആ ഒരു രീതി. അത് തന്നെ, വളരെ ലളിതമായ ചോദ്യങ്ങൾ ചോദിച്ച് അവർ ആ ബേസ് ലൈൻ കണ്ടെത്തും. ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഒരു ഭാരമളക്കുന്ന ത്രാസിന്റെ കാര്യമാണ്. നമ്മളൊരു സാധനം തൂക്കി നോക്കുന്നതിന് മുൻപ് ആ ത്രാസ് കൃത്യം 0-ത്തിലാണോ എന്ന് ഉറപ്പുവരുത്താറില്ലേ? വളരെ കൃത്യമായൊരു ഉപമയാണത്. 0-ത്തിലല്ലെങ്കിൽ പിന്നെ അളക്കുന്നതെല്ലാം തെറ്റായിരിക്കുമല്ലോ. അതെ. അപ്പോൾ ഒരാളുടെ ബേസ് ലൈൻ മനസ്സിലാക്കുക എന്ന് പറയുന്നതും അവരുടെ പെരുമാറ്റത്തെ ഈ 0-ത്തിൽ സെറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്, അങ്ങനെയല്ലേ? 100% ശരിയാണ്. നമ്മൾ ആ വ്യക്തിയുടെ 0 കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയും. ഈ ബേസ് ലൈനിൽ നിന്നുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഉള്ളിലെ സംഘർഷത്തെ പുറത്തു കാണിക്കുന്നത്. ഒരു ഉദാഹരണം പറയാമോ? പറയാമല്ലോ. സംസാരത്തിനിടയിൽ സാധാരണയായി നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നൊരു സുഹൃത്ത് ഒരു പ്രത്യേക വിഷയം വരുമ്പോൾ പെട്ടെന്ന് കണ്ണുകൾ വെട്ടിക്കുകയോ കൈകൾ നെഞ്ചിനു കുറുകെ കെട്ടുകയോ ചെയ്താൽ അവർ ആ വിഷയത്തിൽ അസ്വസ്ഥരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു അസ്വസ്ഥത കാണുമ്പോൾ പലപ്പോഴും നമുക്കൊരു സംശയം തോന്നാറുണ്ട്. ഇതിനെയാണല്ലോ നമ്മൾ ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ അന്തർജ്ഞാനം എന്ന് പറയുന്നത്. അതെ, ഗട്ട് ഫീലിംഗ് തന്നെ. പലരും വിചാരിക്കുന്നത് ഇത് വെറുമൊരു തോന്നൽ മാത്രമാണെന്നാണ്. ശരിക്കും അത് വെറുമൊരു തോന്നലല്ലല്ലോ. ഇതിനു പിന്നിൽ തലച്ചോറിന്റെ വളരെ സങ്കീർണമായ ഒരു വിശകലനം നടക്കുന്നുണ്ട് എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതെ അതെ, അന്തർജ്ഞാനം എന്നത് യാതൊരു മാന്ത്രിക വിദ്യയുമല്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് മുൻകാല അനുഭവങ്ങൾ വെച്ച് അതിവേഗം നടത്തുന്ന ഡേറ്റ അനാലിസിസ് ആണത്. അതായത് നമ്മുടെ ബോധമനസ്സ് യുക്തിസഹമായി ചിന്തിച്ചു തുടങ്ങുന്നതിനു മുൻപ് തന്നെ ഉപബോധ മനസ്സ് മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മാറ്റങ്ങൾ പിടിച്ചെടുക്കും. കൃത്യമായി പറഞ്ഞു. അവരുടെ ശബ്ദത്തിലെ നേരിയ വിറയലോ മുഖത്ത് മിന്നിമറഞ്ഞ ഒരു അസ്വസ്ഥതയോ നിങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ടാകാം. തലച്ചോർ അത് പ്രോസസ്സ് ചെയ്തെത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഒരാളുടെ ബേസ് ലൈൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി.
ഇനി അവരൊരു നുണ പറയാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മുഖത്തും ശബ്ദത്തിലും യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ മുഖഭാവം അവർ പോലും അറിയാതെ മാറുന്നത്? ഇതിന് കാരണം നമ്മുടെ തലച്ചോറിന് അനുഭവപ്പെടുന്ന അമിതമായ മാനസിക സമ്മർദ്ദമാണ്. ഇതിനെ കോഗ്നിറ്റീവ് ലോഡ് എന്നാണ് പറയുന്നത്. സത്യം പറയുക എന്നത് വളരെ ലളിതമായ കാര്യമാണ്. നടന്ന കാര്യം വെറുതെ ഓർത്തെടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. അതെ. എന്നാൽ നുണം മെനയുക എന്നത് വലിയ അധ്വാനമാവശ്യമുള്ള കാര്യമാണ്. ഒരേ സമയം ഇല്ലാത്തൊരു കഥയുണ്ടാക്കണം, അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തണം, പിടിക്കപ്പെടുമോ എന്ന ഭയം നിയന്ത്രിക്കണം. ഓ, അങ്ങനെ നോക്കുമ്പോൾ തലച്ചോറിന് ഭയങ്കര സ്ട്രെസ് ആയിരിക്കുമല്ലോ. തീർച്ചയായും. ഈ സ്ട്രെസ്സാണ് മൈക്രോ എക്സ്പ്രഷനുകളിലൂടെ മുഖത്ത് പുറത്തുവരുന്നത്. ഒരു മിനിറ്റ്, എനിക്കിവിടെ ചെറിയൊരു സംശയമുണ്ട്, അല്ലെങ്കിൽ ഒരു വിയോജിപ്പുണ്ടെന്ന് പറയാം. ഒരാൾക്ക് ബോധപൂർവം ഈ പറയുന്ന ഭാവങ്ങൾ അഭിനയിക്കാൻ കഴിയില്ലേ? നന്നായി അഭിനയിക്കാൻ കഴിവുള്ളവരോ സ്ഥിരമായി നുണ പറയുന്നവരാണെങ്കിൽ അവർക്കിത് മറച്ചുവയ്ക്കാൻ എളുപ്പമല്ലേ? അതും നല്ലൊരു ചോദ്യമാണ്. അഭിനയിക്കാൻ തീർച്ചയായും സാധിക്കും. ശരീരത്തിന്റെ പല ചലനങ്ങളും അവർക്ക് നിയന്ത്രിക്കാനും കഴിഞ്ഞേക്കാം. പക്ഷേ മൈക്രോ എക്സ്പ്രഷനുകൾ പൂർണ്ണമായും മറച്ചുവെക്കുക അസാധ്യമാണ്. ആണോ? അതെന്തുകൊണ്ടാണ്? കാരണം ഇവ സെക്കൻഡിന്റെ 25% സമയം മാത്രം മുഖത്ത് മിന്നിമറയുള്ള ഭാവങ്ങളാണ്. അതുമാത്രമല്ല, 7 സാർവത്രിക വികാരങ്ങൾ മനുഷ്യർക്ക് എവിടെയും ഒരുപോലെയാണ്. അതായത് സന്തോഷം, ദുഃഖം, ഭയം ഒക്കെ പോലെ. അതെ. ഉദാഹരണത്തിന് നിങ്ങൾ ചോദിച്ച അഭിനയത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഒരാൾ യഥാർത്ഥത്തിൽ സന്തോഷവാനായി ചിരിക്കുമ്പോൾ അവരുടെ ചുണ്ടുകൾ മാത്രമല്ല വികസിക്കുന്നത്, അവരുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള പേശികളും ചുരുങ്ങും. ഓ, കണ്ണിന്റെ അരികിലുകളിൽ ചെറിയ ചുളിവുകൾ വീഴുന്ന ഒരു ചിരി. അതെ അതെ, ഇതിനെ ഡ്യൂഷൻ സ്മൈൽ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഒരാൾ കള്ളച്ചിരി ചിരിക്കുമ്പോൾ അവരുടെ ചുണ്ടുകൾ മാത്രമേ വികസിക്കൂ, കണ്ണുകൾ പൂർണ്ണമായും നിർജീവമായിരിക്കും. ഈ പേശികളെ ബോധപൂർവം ചലിപ്പിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. വളരെ കൃത്യമായൊരു വ്യത്യാസമാണത്. ഈ കോഗ്നിറ്റീവ് ലോഡ് മുഖത്ത് മാത്രമല്ല, ശബ്ദത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കില്ലേ? സംശയമില്ല. നുണ പറയുമ്പോൾ ശബ്ദത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും തൊണ്ടയിലെ പേശികൾ വലിഞ്ഞു മുറുകും. അപ്പോൾ ശബ്ദത്തിന്റെ പിച്ചില് പെട്ടെന്ന് മാറ്റം വരാമല്ലേ? അതെ. ശബ്ദം നേർത്തതായി മാറുകയോ അല്ലെങ്കിൽ ഉച്ചത്തിലാവുകയോ ചെയ്യാം. അതുപോലെ തന്നെ ചോദ്യങ്ങൾക്കുത്തരം പറയാൻ അനാവശ്യമായി നീണ്ട വിശദീകരണങ്ങൾ നൽകുക, അസാധാരണമാംവിധം നീണ്ട നിശബ്ദതകൾ വരുത്തുക, ഇതൊക്കെ ലക്ഷണങ്ങളാണ്. ചിലർ സാധാരണയേക്കാൾ വളരെ വേഗത്തിൽ സംസാരിച്ച് വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതും സ്ട്രെസ്സിന്റെ ലക്ഷണമാണ്. ഈ സമയത്ത് അവർ ഇടയ്ക്കിടെ സ്വന്തം മുഖത്തോ കഴുത്തിലോ തലമുടിയിലോ സ്പർശിക്കുന്നത് കാണാം. സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ സ്വയം ഒരു ആശ്വാസം കണ്ടെത്താനുള്ള ശരീരത്തിന്റെ ശ്രമമാണിത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ മറച്ചുവയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുഖവും ശബ്ദവും ചതിച്ച് പുറത്തു പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. മുഖവും ശബ്ദവും മാത്രമല്ല, ഈ സമ്മർദ്ദത്തോട് നമ്മുടെ ശരീരമാകെ പ്രതികരിക്കുന്നുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ശരീരഭാഷകൾ ഇന്റർവ്യൂകളിലും ജോലിസ്ഥലങ്ങളിലും എങ്ങനെയാണ് പ്രകടമാകുന്നത് എന്ന് കൂടെ നോക്കാം. അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ കൈകളും കാലുകളും എങ്ങനെ വയ്ക്കുന്നു എന്നത് നമ്മുടെ മാനസികാവസ്ഥയുടെ കൃത്യമായ പ്രതിഫലനമാണ്. അപ്പോ കൈപ്പത്തികൾ തുറന്നിരിക്കുന്നത് നല്ലതാണോ? വളരെ നല്ലതാണ്. കൈപ്പത്തികൾ തുറന്നിരിക്കുന്നത് അവർക്കൊന്നും മറച്ചുവെക്കാനില്ല എന്നതിന്റെ സൂചനയാണ്. എന്നാൽ ഒരാൾ കൈകൾ നെഞ്ചിനു കുറുകെ കെട്ടിയിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായൊരു സന്ദേശമാണ്. ഒരുതരം പ്രതിരോധം പോലെയല്ലേ അത്? അതെ. പരിണാമപരമായി നോക്കിയാൽ ഹൃദയവും ശ്വാസകോശവും സംരക്ഷിക്കാനുള്ള ശരീരത്തിന്റെ പ്രതികരണമാണത്. ഒരു മീറ്റിംഗിൽ ഒരാൾക്ക് അസ്വസ്ഥത തോന്നുമ്പോൾ അവർ അറിയാതെ തന്നെ കൈകൾ കെട്ടിയൊരു ഷീൽഡുണ്ടാക്കുന്നു. എനിക്കിതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയത് നമ്മുടെ പാദങ്ങളുടെ കാര്യമാണ്. അതായത് നമ്മുടെ പാദങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഒരു കോമ്പസ് പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാമല്ലേ? തീർച്ചയായും. നമ്മൾ എങ്ങോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പാദങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അതായത് നിങ്ങളൊരു മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന വ്യക്തി ചിരിച്ച് തലകുലുക്കുന്നുണ്ടാകാം. പക്ഷെ അവരുടെ പാദങ്ങൾ വാതിലിന് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ അവർക്കെങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നല്ലേ അർത്ഥം? അതെ അതെ. മുകൾ ഭാഗം അനുകൂലമായി പ്രതികരിക്കുമ്പോഴും ശരീരത്തിന്റെ താഴ്ഭാഗം യഥാർത്ഥ ഉദ്ദേശ്യം വെളിപ്പെടുത്തും. വാക്കാലുള്ള ആശയവിനിമയം അവർ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യും. എന്നാൽ പാദങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അത് വളരെ ശരിയാണ്. എന്നാൽ ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യമുണ്ട്.
എല്ലാ സാഹചര്യത്തിലും ഒരാൾ കൈകൾ കെട്ടിയിരിക്കുന്നതോ പാദങ്ങൾ വെട്ടിത്തിരിക്കുന്നതോ നുണ പറയുന്നതുകൊണ്ടോ അസ്വസ്ഥത കൊണ്ടോ ആകണമെന്നില്ലല്ലോ. അവിടെയാണ് നമ്മൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അഥവാ സിറ്റുവേഷണൽ അവയർനെസ് ശ്രദ്ധിക്കേണ്ടത്. ആ, അതായത് ആ വ്യക്തി ഇരിക്കുന്ന സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? സ്വാഭാവികമായും നെർവസ് ആയിരിക്കുമല്ലോ. അതെ. ആ സമയത്ത് കൈകൾ കെട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ മുറിയിലെ തണുപ്പുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സമ്മർദ്ദം കാരണം സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. കൃത്യമായി പറഞ്ഞു. അതുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു ലക്ഷണം മാത്രം കണ്ട് ഒരിക്കലും ഒരാളെ വിലയിരുത്തരുത്. ചുറ്റുപാടും വിലയിരുത്തി വേണം തീരുമാനമെടുക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ബേസ് ലൈൻ പരിശോധന ഇവിടെ വളരെ അനിവാര്യമായി വരികയാണ്. മാത്രമല്ല, മനുഷ്യരുടെ വ്യക്തിത്വവും അവർ വളർന്നു വന്ന സാഹചര്യവും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതെ, ഓരോരുത്തരും വ്യത്യസ്തരാണല്ലോ. ഉദാഹരണത്തിന്, ഒരാൾ കണ്ണുകളിൽ നോക്കാതെ സംസാരിക്കുന്നത് എപ്പോഴും അയാൾ എന്തോ മറച്ചുവെക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അയാൾ പ്രകൃതിയെ നാണം കുണുങ്ങിയതുകൊണ്ടോ ആൾക്കൂട്ടത്തിൽ ഇടപഴകാൻ മടിയുള്ളതുകൊണ്ടോ ആകാം, അല്ലേ? വളരെ ശരിയാണ്. നമ്മൾ മനുഷ്യരെ വിലയിരുത്തുമ്പോൾ അവരുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനായി മനഃശാസ്ത്രത്തിൽ ബിഗ് 5 പേഴ്സണാലിറ്റി മോഡലുണ്ട്. അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്പൺനെസ്, കൺസെൻഷ്യസ്നെസ്, എക്സ്ട്രോവേർഷൻ, എഗ്രിയബിൾനെസ്, പിന്നെ ന്യൂറോട്ടിസിസം എന്നിവയാണത്. ഉദാഹരണത്തിന്, ഉയർന്ന ന്യൂറോട്ടിസിസം ഉള്ള ഒരു വ്യക്തി ചെറിയ കാര്യങ്ങൾക്ക് ഉത്കണ്ഠപ്പെടുകയും കാലുകൾ ആട്ടുകയോ പേന വച്ച് ശബ്ദമുണ്ടാക്കുകയോ ചെയ്തേക്കാം. ഓ, അതായത് അവരുടെ ബേസ് ലൈൻ തന്നെ അതാണ്. അതെ അതെ. എന്നാൽ തികച്ചും ശാന്തനായ ഒരു വ്യക്തി ഇതേ കാര്യങ്ങൾ ചെയ്താൽ അത് സംശയാസ്പദമാണ്. വ്യക്തിത്വ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് മുൻവിധികൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും. സ്വന്തം കാര്യസാധ്യത്തിനായി മറ്റുള്ളവരെ കബളിപ്പിക്കുന്നവരെ, എന്താ പറയുക, മാനിപ്പുലേറ്റേഴ്സിനെ ഈ അറിവുകൾ ഉപയോഗിച്ച് എങ്ങനെ തിരിച്ചറിയാം? ഇത്തരം ആളുകളെ തിരിച്ചറിയാൻ ഈ നിശബ്ദഭാഷ വലിയൊരായുധമാണ്. കബളിപ്പിക്കുന്നവർ ബോധപൂർവം പല തന്ത്രങ്ങളും ഉപയോഗിക്കും. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അമിതമായ പുകഴ്ത്തൽ. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം നമ്മുടെ വിശ്വാസം പിടിച്ചുപറ്റുന്ന പരിപാടിയല്ലേ? അതെ. പിന്നീടവർ നമ്മളിൽ കുറ്റബോധമുണ്ടാക്കാൻ ശ്രമിക്കും. ഗിൽട്ട് ട്രിപ്പിംഗ് എന്ന് പറയും. അവർ ചെയ്ത തെറ്റുകൾക്ക് പോലും നമ്മളാണ് കാരണക്കാരെന്ന് അവർ വരുത്തി തീർക്കും. ഇതിലും ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? നോക്കൂ, അവർ പറഞ്ഞൊരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ പറയും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല, നിന്റെ ഓർമ്മ പിശകാണ് എന്ന്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെ നമ്മളെക്കൊണ്ട് തന്നെ സംശയിക്കാൻ അവർ പ്രേരിപ്പിക്കും. ശരിക്കും ഭയപ്പെടുത്തുന്നൊരു തന്ത്രമാണത്. അപ്പോൾ ശരീരഭാഷ എങ്ങനെയാണ് ഇതിൽ സഹായിക്കുന്നത്? ഈ സാഹചര്യങ്ങളിൽ അവർ പറയുന്ന വാക്കുകൾക്ക് പകരം അവരുടെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ മതി. വാക്കുകളിലെ ആത്മാർത്ഥതയില്ലായ്മയും മുഖത്ത് മിന്നിമറയുന്ന പുച്ഛവുമൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പിടിച്ചെടുക്കാം. ഈ അറിവുകൾ ഉപയോഗിച്ച് ഗ്യാസ് ലൈറ്റിംഗ് പോലെയുള്ള അപകടങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ കഴിയുക എന്നത് വലിയൊരു കാര്യമാണ്. എന്നാൽ ഈ വിശകലനങ്ങളെല്ലാം കേവലം നുണകൾ കണ്ടുപിടിക്കാൻ മാത്രമുള്ളതാണോ? ഒരിക്കലുമല്ല. അതെ, മനുഷ്യരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും നമ്മളെ ഈ സാങ്കേതികവിദ്യകൾ സഹായിക്കും. ഇതിലെനിക്ക് വളരെ താൽപ്പര്യം തോന്നിയ ഒരാശയമാണ് മിററിംഗ്. മനുഷ്യബന്ധങ്ങളിലെ വളരെ ശക്തമായ ഒരു പ്രതിഭാസമാണ് മിററിംഗ്. രണ്ടുപേർ തമ്മിൽ നല്ല ഐക്യത്തിലാണെങ്കിൽ അവർ അറിയാതെ തന്നെ പരസ്പരം ശരീരഭാഷ അനുകരിക്കും. അതായത് വലിയൊരു വിശ്വാസം അവിടെ രൂപപ്പെടുന്നു എന്നല്ലേ? അതെ അതെ. ഉദാഹരണത്തിന്, നിങ്ങളൊരു സുഹൃത്തിനോടൊപ്പം കോഫി ഷോപ്പിൽ ഇരിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ കോഫി കപ്പെടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോൾ മുന്നിലിരിക്കുന്ന സുഹൃത്തും അറിയാതെ അവരുടെ കപ്പെടുക്കുന്നു. ഓ, നമ്മൾ മുന്നോട്ട് ആഞ്ഞിരിക്കുമ്പോൾ അവരും അങ്ങനെ ചെയ്യുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണല്ലേ? കൃത്യമായി പറഞ്ഞു. ഇത് അവർ ബോധപൂർവം ചെയ്യുന്നതല്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും തലച്ചോറുകൾ ഒരേ തരംഗദൈർഘ്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. ഇതൊരു മനോഹരമായ കാഴ്ചയാണ്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വൈകാരികമായ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന വൈകാരിക ബുദ്ധിയെക്കുറിച്ചും അഥവാ ഇക്യുവിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതെ, ഇക്യു എന്നത് മനുഷ്യബന്ധങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഉയർന്ന ഇക്യു ഉള്ള ഒരാൾക്ക് മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ പെരുമാറ്റങ്ങളെ കേവലം യാന്ത്രികമായിട്ടല്ല, മറിച്ച് വൈകാരികമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ കൂടുതൽ വ്യക്തമാകുമെന്ന് തോന്നുന്നു. തീർച്ചയായും. നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ നിങ്ങളോട് അമിതമായി ദേഷ്യപ്പെടുന്നു എന്ന് കരുതുക. ആ ദേഷ്യം കണ്ട് തിരിച്ചു പ്രതികരിക്കുന്നതിനു പകരം അവരുടെ ശരീരഭാഷ സൂക്ഷ്മമായി വായിച്ചെടുക്കാൻ ഉയർന്ന ഇക്യു നിങ്ങളെ സഹായിക്കും. അതായത് ഒരുപക്ഷേ ആ ദേഷ്യത്തിന് പിന്നിൽ
അവരനുഭവിക്കുന്ന വലിയൊരു ഭയമോ സങ്കടമോ ആയിരിക്കാം ഒളിഞ്ഞിരിക്കുന്നത്, അല്ലേ? അതെ അതെ. ഇത് തിരിച്ചറിയുമ്പോൾ അവരോട് ദേഷ്യപ്പെടുന്നതിന് പകരം വളരെ എളുപ്പത്തിൽ സഹാനുഭൂതി കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സത്യത്തിൽ ഇതൊരു സൂപ്പർ പവർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. തെറ്റായ ഉദ്ദേശത്തോടെ വരുന്നവരിൽ നിന്നും ഗ്യാസ് ലൈറ്റിംഗിൽ നിന്നുമൊക്കെ സ്വയം രക്ഷിക്കാൻ നമുക്കിത് ഒരു ശക്തമായ ഷീൽഡായി ഉപയോഗിക്കാം. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമാണ്: ഒരാളുടെ അടിസ്ഥാന പെരുമാറ്റം അഥവാ ബേസ് ലൈൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ് എല്ലാത്തിന്റെയും തുടക്കം. തുടർന്ന് അവരുടെ മൈക്രോ എക്സ്പ്രഷനുകളും ശബ്ദവ്യതിയാനങ്ങളും ശ്രദ്ധിക്കുക. അതോടൊപ്പം ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമായ വ്യക്തിത്വവും സാഹചര്യവും പരിഗണിക്കുക. അതെ, ഇതൊന്നും ഗണിതശാസ്ത്രം പോലെയോ ഫിസിക്സ് പോലെയോ 100% കൃത്യമായൊരു ശാസ്ത്രമല്ല. പക്ഷേ നിങ്ങളുടെ തലച്ചോറ് നൽകുന്ന ഉള്ളിലെ മുന്നറിയിപ്പുകളെ വിശ്വസിക്കാൻ പഠിക്കുന്നത് ലോകത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കും. എന്തായാലും ഇന്നത്തെ ഈ വിശകലനം വളരെ ഉപയോഗപ്രദമായിരുന്നു. അടുത്ത തവണ നിങ്ങൾ ഒരു ഓഫീസ് മീറ്റിംഗിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പമുള്ള സംഭാഷണത്തിലോ ഇരിക്കുമ്പോൾ കേവലം വാക്കുകൾക്കപ്പുറത്തുള്ള ഈ ഭാഷയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മൈക്രോ എക്സ്പ്രഷനുകളും കാൽപാദങ്ങളുടെ ദിശയുമൊക്കെ ശ്രദ്ധിക്കുക. ഇത് തീർച്ചയായും മനുഷ്യരെ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കും. അപ്പോൾ നുണ കണ്ടുപിടിക്കാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഈ കുറ്റാന്വേഷണ രീതികൾ മാത്രം പോരല്ലോ. തീർച്ചയായും പോരാ. അവരുടെ വ്യക്തിത്വവും അവർ നിൽക്കുന്ന സാഹചര്യവും വളരെ പ്രധാനമാണ്. ഈ അറിവുകൾ ശരിക്കും ഒരു പുതിയ ഭാഷ പഠിക്കുന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും. തീർച്ചയായും. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. ഈ അറിവുകൾ മറ്റുള്ളവരെ എപ്പോഴും സംശയിക്കാനോ അല്ലെങ്കിൽ അവരെ കുറ്റവാളികളെപ്പോലെ ചോദ്യം ചെയ്യാനോ ഉള്ള ഉപകരണങ്ങളല്ല. ഒരാളുടെ വാക്കുകൾക്കപ്പുറത്തുള്ള അവരുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നത് നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കും. വളരെ ശരിയാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ വായിച്ചെടുക്കാനും അവരുടെ നുണകൾ കണ്ടുപിടിക്കാനും അവരുടെ ബേസ് ലൈൻ പരിശോധിക്കാനും ഒക്കെ ശ്രദ്ധിക്കുകയാണല്ലോ. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ നിമിഷം, അതായത് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം, നിങ്ങളുടെ സ്വന്തം ഉപബോധ മനസ്സ് യാതൊരു കൺട്രോളുമില്ലാതെ ഈ ലോകത്തോട് എന്തൊക്കെ രഹസ്യങ്ങളാണ് നിങ്ങളുടെ ശരീരഭാഷയിലൂടെയും മൈക്രോ എക്സ്പ്രഷനുകളിലൂടെയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്? അതൊരു വലിയ ചോദ്യമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ നിമിഷം നിങ്ങളുടെ പാദങ്ങൾ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന്. ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ഇപ്പോൾ പുറത്തേക്ക് ലീക്ക് ചെയ്യപ്പെടുന്നുണ്ടാകാം. ഈയൊരു ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കാം.